ഗൾഫ് സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന കാഴ്ചയാണ്. കാഷ്വാലിറ്റീസും കൂടുന്നത് കാണുന്നു. ഇറാനിൽ ഇതുവരെ മരണം സ്ഥിരീകരിച്ചത് 264 പേരുടേതാണ്. പരിക്കേറ്റത് 820 പേർക്കും. ഇനി ഇസ്രായേലിലേക്ക് പോയാൽ 9 പേർ മരിച്ചതായുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. 124ഓളം പേർക്ക് പരിക്കേൽക്കുന്നു. 3 US സൈനികർ മരണപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. ആ രീതിയിൽ കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ വ്യാപ്തിയിലേക്ക് യുദ്ധം വളരുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ലബനാനിലേക്ക് ആക്രമണം നടക്കുകയാണ്. ഹിസ്ബുള്ള ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇപ്പോൾ അമേരിക്കയുടെ സൈന്യം ലബനാനിലേക്ക് പ്രവേശിച്ചതായും അവിടെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. ഇതിനിടെയാണ് GCC രാജ്യങ്ങൾ ശക്തമായ എതിർപ്പ് ഇറാനെ അറിയിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് ഒരു പരിഹാര ശ്രമത്തിലേക്ക് കാര്യങ്ങൾ വരിക എന്നതുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. BK സുഹൈൽ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സുഹൈൽ, ഇവിടെ നോക്കൂ, GCC രാജ്യങ്ങൾ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയാണ്. ഇറാൻ അംബാസിഡർമാരെയൊക്കെ വിളിപ്പിച്ചുകൊണ്ട് UAE ഉൾപ്പെടെ പ്രതിഷേധം അറിയിക്കുന്നു. ഇവിടെ നോക്കൂ, ഈ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെടുന്നതാണോ നമ്മൾ കാണുന്നത്? ദിവ്യ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം എന്ന് പറയുന്നത് ലബനാൻ ഹിസ്ബുള്ള കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇരുഭാഗത്തു നിന്നും അതിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. നമുക്കറിയാം, ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ ഒരു പ്രോക്സി സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത്. ഖാംനായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഹിസ്ബുള്ളക്കും അവരുടെ അവസാനത്തെ പോരാട്ടം എന്ന നിലയിൽ ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് ഇസ്രായേലിലേക്ക് അവർ ബോംബുകൾ അയക്കുന്നത്, മിസൈലുകൾ അയക്കുന്നത്. ഈ മിസൈലുകൾ ഇസ്രായേലിലെത്തിയെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലും ചെയ്യുന്നത്. അതിന്റെ ഫലമായി വീണ്ടും വലിയ തിരിച്ചടി അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട വില്ലേജുകളിൽ നിന്ന്, ലബനാൻ വില്ലേജുകളിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന ഭീഷണി ഇപ്പോൾ അവർ മുഴക്കുകയാണ്. ഇസ്രായേൽ മിലിറ്ററിയുടെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചു. ബിന്ത് ജബൽ, അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള 3 പ്രദേശങ്ങൾ, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം എന്ന ഒരു ഭീഷണി ഇസ്രായേൽ മുഴക്കുകയാണ്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട സൗത്തേൺ ലബനാനിലുള്ള നഗരങ്ങൾ, അവിടെ ആക്രമണം നടത്തുമെന്നുള്ള ഭീഷണിയും ഇസ്രായേൽ നടത്തുന്നുണ്ട്. അവിടെ വലിയ മിലിറ്ററി ആക്ഷൻ ഇസ്രായേൽ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന് മറ്റൊരു ഭീഷണി വരുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ബൈറൂത്തിൽ വധിക്കും എന്ന ഒരു ഭീഷണി കൂടി വരുന്നു. അപ്പോൾ ഇറാനൊപ്പം തന്നെ ഹിസ്ബുള്ളയും കൂടി അങ്ങ് തീർത്തേക്കാം എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അതിശക്തമായ നീക്കങ്ങൾ അവർ നടത്തുകയാണ്. സ്വാഭാവികമായും മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഇറാൻ നഗരങ്ങളിൽ B2 ബോംബറുകൾ വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിശക്തമായ ആക്രമണം നടത്തുകയാണ്. തെഹ്റാന്റെ ആകാശത്ത് നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പല ചിത്രങ്ങളും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇറാൻ തലസ്ഥാനം പലതരത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ട്, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ആകെ പുകപടലങ്ങളും അതേപോലെ തന്നെ തീയും ഉയരുന്നു. ഇപ്പോഴും തെഹ്റാൻ ഉണർന്നിട്ടില്ല, പുലർച്ചയിലാണ് ഉള്ളത്. ആ സന്ദർഭത്തിലാണ് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഗൾഫ് രാഷ്ട്രങ്ങളടക്കം വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലും അതേപോലെ അമേരിക്കയും ഒന്നിച്ച് ഈ ഇറാന്റെ ഭരണമാറ്റം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ഈ മേഖലകളിൽ നിന്നെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി പൂർണ്ണമായും ഇന്റർനെറ്റ് ബ്ലാക്കൗട്ടാണ്. ഫോൺ സംഭാഷണം പോലും കൃത്യമായി സാധിക്കാത്ത രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ആകെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു മരണസംഖ്യയുടെ കണക്ക്, അത് മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂൾ ആക്രമണത്തിൽ ഉള്ള ദുരന്തത്തിൽ നിന്നാണ്. ആ വലിയ ആക്രമണം, കൂട്ട നരഹത്യ ഇസ്രായേലും US നടത്തി. അതിൽ 180ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. അത് ഇനിയും 200ലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഈ കാഷ്വാലിറ്റീസ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റുകൾ ഇതാണ്. ഇനി എന്താണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്ന് കൂടി നോക്കിക്കഴിഞ്ഞാൽ 4 ആഴ്ചയോളം ഇത് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മറുഭാഗത്ത് ചില തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു എന്നും നമ്മൾ അറിയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ പല ആളുകളുമായും അവരുടെ മീഡിയേറ്റേഴ്സുമായും സംസാരിച്ചുകൊണ്ട് ഇതൊരു ചർച്ചയിലേക്കും അതേപോലെ തന്നെ ആണവ കരാറിലേക്കുമെല്ലാം എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ആലോചനയും ഇതോടൊപ്പം തന്നെ ഇറാൻ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലി ലാരിജാനി ഇപ്പോൾ വിവിധ ആളുകളുമായി, പ്രത്യേകിച്ചും ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുമായും ചില ആശയവിനിമയങ്ങൾ നടത്തി
എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ സന്നദ്ധനാണ്, ഇറാൻ ആ തരത്തിൽ ഞങ്ങളെ സമീപിക്കുന്നുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ചർച്ചയിലേക്കെല്ലാം പോകുമോ, അതല്ല നേരത്തെ വിചാരിച്ചതുപോലെ തന്നെ ഇത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കുമോ അമേരിക്കയുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ കാണണം. പലപ്പോഴും വലിയ ആക്രമണങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ ചർച്ചയെക്കുറിച്ചും ഡീലിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാട് കൂടി ഡൊണാൾഡ് ട്രംപ് നടത്താറുണ്ട്. അത് മാത്രമല്ല സുഹേൽ, നോക്കൂ, ചർച്ചകൾക്കിടെയാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇറാനെ കടന്നാക്രമിക്കാൻ ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് തീരുമാനിച്ചത് എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഇനി വീണ്ടും ഒരു ചർച്ചയിൽ ഒരു സമാധാനം കൊണ്ടുവരിക അത് എത്രത്തോളം സാധ്യമായിട്ടുള്ളതാണ് എന്നൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഞാൻ